സജ്ജരായി ഇറാൻ. അമേരിക്കയ്ക്കെതിരെ 10 ലക്ഷത്തിലധികം കരസേനാ അംഗങ്ങളെ ഇറാൻ അണിനിരത്തുന്നതായാണ് റിപ്പോർട്ട്. ഇറാന്റെ പ്രാദേശിക വാർത്താ ഏജൻസിയായ തംസ്നീം ന്യൂസാണ് ഈ സൈനിക സ്രോതസ്സുകളെ കുറിച്ചുള്ള ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന്റെ തെക്കൻ അതിർത്തിയിലൂടെ അമേരിക്ക കരയാക്രമണം നടത്തിയേക്കുമെന്ന സാധ്യത മുന്നിൽ കണ്ടാണ് ഈ നീക്കം. ഇത്തരമൊരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കൻ സൈന്യത്തിന് ഇറാന്റെ മണ്ണിൽ നരകം സമ്മാനിക്കുമെന്ന ആവേശത്തിലാണ് രാജ്യത്തെ പോരാളികളെന്ന് സൈനിക വൃത്തങ്ങൾ തന്നെ അവകാശപ്പെടുന്നു. രാജ്യത്തെ യുവജനങ്ങൾക്കിടയിൽ സൈന്യത്തിൽ ചേരാനുള്ള താല്പര്യം വലിയ തോതിൽ വർദ്ധിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ, ബസിജ് കരസേന എന്നിവയിലേക്ക് മുന്നണിയിൽ സേവനമനുഷ്ഠിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് യുവ സന്നദ്ധ പ്രവർത്തകരുടെ അപേക്ഷ പ്രവാഹമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതെന്ന് വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു. ജനകീയ പിന്തുണയോടെ അമേരിക്കയെ നേരിടാനാണ് ഇറാന്റെ തീരുമാനം. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കവും രൂക്ഷമായി തുടരുകയാണ്. അമേരിക്ക കടലിടുക്ക് തുറക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ അമേരിക്കയുടെ ഇത്തരം ആത്മഹത്യാ പ്രേരമായിട്ടുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കാനും കടലിടുക്ക് അടച്ചു തന്നെ വെക്കാനും തങ്ങൾ പൂർണ്ണ സജ്ജമാണ് എന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെടുന്നത് ആഗോള എണ്ണ വിപണിയെയും ബാധിച്ചേക്കാം. ഇറാൻ നടത്തുന്ന ഈ സൈനിക നീക്കങ്ങൾക്കിടയിൽ രൂക്ഷമായ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തി. അമേരിക്ക മുന്നോട്ട് വെച്ച 15 സമാധാന നിർദ്ദേശങ്ങളിൽ ഇറാൻ ഉടൻ തീരുമാനമെടുക്കുമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. ഇറാൻ ഉടൻ ഗൗരവകരമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും പിന്നീട് പിന്മാറാൻ സാധിക്കില്ല എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ ചർച്ചകൾക്കായി കെഞ്ചുകയാണെന്നും സൈനികമായി തകർന്നടിഞ്ഞ അവർക്ക് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ല എന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ പരിഹസിച്ചു. ഇറാന്റെ നിലപാടുകൾ വിചിത്രമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.